ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു വാൾ ഹാങ്ങിങ് ഡെക്കറാണ് കേട്ടോ, ഒരു ഷെൽഫ് പോലെ വരുന്നത്. അപ്പോൾ ഇത് ലവ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് എന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ പിന്നീട് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അതായത് വീഡിയോ ലെങ്ത് ആവുന്നത് കൊണ്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് എൽ ഷേപ്പിലുള്ള ആ ഒരു വാൾ ഹാങ്ങിങ് ഡെക്കറാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറിയുടെ പുറംചട്ടയാണ് കേട്ടോ, തടിച്ച ആ ഒരു പുറംചട്ടയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് എൽ ഷേപ്പ് വരച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ഓൺലൈനിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള ഹാങ്ങിങ് ഡെക്കേഴ്സ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ, നല്ല അട്രാക്റ്റീവാണ്. ചില വീടുകളിലൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ട് കാണാറുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇത് നമുക്ക് കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതല്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം നല്ല തിക്കായിട്ടുള്ള ചട്ടയാണ് കേട്ടോ, ഡയറിയുടെ ചട്ടയാണത്. അപ്പോൾ ഇതുപോലൊരു പീസ് കൂടെ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊരു ഷെൽഫ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പീസ് എക്സ്ട്രാ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതൊരു കാർഡ്ബോർഡിൻ്റെ മിഡിലുള്ള ആ ഒരു പീസാണ്. അപ്പോൾ ഞാനത് ഈ ഒരു വൈറ്റ് പേപ്പറിൻ്റെ അളവിൽ ഇതിങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. ആ ഒരു ചട്ടയുടെ അളവ് തന്നെ ഞാൻ ഇതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കാരണം ഇത് അതിൻ്റെ മേലെ ഒട്ടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് ആ ഒരു സൈസ് കറക്റ്റായിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഭംഗിയല്ലേ, കാർഡ്ബോർഡിൻ്റെ ഒക്കെ മിഡിലുണ്ടാകുന്ന ഈ ഒരു പേപ്പർ കാണാൻ വേണ്ടി നല്ല അട്രാക്റ്റീവാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിൽ കളറ് കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ, പെയിൻ്റൊന്നും അടിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി ഈ ഒരു പീസ് കൂടെ ഞാനിതിൻ്റെ അളവും എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു എൽ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പീസ് കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനും കൂടെ കാർഡ്ബോർഡിൻ്റെ ആ ഒരു മിഡിലെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും, അതുകൊണ്ട് ഞാൻ അത് കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഇതിൻ്റെ മേലെ നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് അതങ്ങ് ഒട്ടിപ്പിടിച്ചോളും. അപ്പോൾ അത് ചെറിയ രീതിക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, നല്ല രീതിക്ക് അത് അവിടെ ഒട്ടി നിന്നോളും. അപ്പോൾ എനിക്ക് എന്താ പറയുക, ജലദോഷം വന്നിട്ടാണുള്ളത്. അപ്പോൾ നല്ല പോലെ സൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും, നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എൻ്റെ വോയിസിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഞാൻ ഈ ഒരു പീസ് കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു എൽ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മറ്റേ പീസ് കൂടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക, ക്രാഫ്റ്റൊന്നും അറിയാത്ത ആരായാലും കൂടി ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു 2 ലൈൻസ് അപ്പുറത്തേക്ക് നമുക്കൊരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ ഒട്ടിച്ചെടുക്കണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ ലൈൻ ഇട്ട് വെച്ചത്. പിന്നില്ലേ, നമ്മൾ അവിടെ ആ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതങ്ങ് ഒട്ടിച്ചെടുക്കാൻ പോവാണേ. അതൊരു ഷെൽഫ് പോലെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഫ്ലവറോ കാര്യങ്ങളോ അതിൻ്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഓൺലൈനിലൊക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ ഇഷ്ടംപോലെ കാണാറുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള അത്തരം ഐറ്റംസൊക്കെ നമ്മളെ റൂമിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ, വാളിലൊക്കെ ഹാങ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതൊന്ന് ഒട്ടി നിൽക്കുന്നത് വരെ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഒരു ചെറിയ സപ്പോർട്ട് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം നമ്മൾ അത്യാവശ്യം ചെറിയൊരു വെയിറ്റ് ഇതിൻ്റെ മേലെ വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു സപ്പോർട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനൊരു പീസ് എക്സ്ട്രാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ബാക്കിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കാർഡ്ബോർഡിൻ്റെ പീസ് തന്നെയാണ്, അതൊന്ന് ജസ്റ്റ് മടക്കിയിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന വിധത്തിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാമെന്ന്. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ വലിയ വെയിറ്റൊന്നും വെക്കാൻ വേണ്ടി പറ്റില്ല. വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, ചെടിച്ചട്ടി അതുപോലുള്ള ചെറിയ നമ്മൾ ഓൺലൈനിലൊക്കെ മേടിക്കുന്നത്, അതുപോലുള്ളത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു എൽ ഷേപ്പിലൊരു ഷെൽഫ്, എന്താ ഒരു വാൾ ഹാങ്ങിങ് ഷെൽഫ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണ് കേട്ടോ ഫ്ലവർ വെക്കേണ്ടത്. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എവിടെയെങ്കിലും ഇത് തൂക്കിയിടണേ, ഹാങ് ചെയ്തിടണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് എന്തെങ്കിലും ഇതിൻ്റെ പുറത്തേക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനത് നൂലെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു കാർഡ്ബോർഡ് വെച്ച് അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇത് കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിക്കാം. ഞാനിപ്പോൾ ഗ്ലൂ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്ത് വെക്കുന്നത്. ഇതൊന്ന് ഹാങ് ചെയ്തിട്ടുള്ളത് കാണാം കേട്ടോ. ഞാൻ ഇതിപ്പോൾ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ടാണ് ഇത് ഒട്ടിച്ചത് തൽക്കാലം. അപ്പോൾ ഇത് നല്ല അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഒരു ഡോറിൻ്റെ മേലെ ഞാൻ വെറുതെ ഒന്ന് വെച്ച് നോക്കിയതാണ്. ഇനി ഇത് നമ്മളെ വാളിൻ്റെ മേലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് നിർത്തി നോക്കാം. ഏതാണ് ഭംഗി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിതിവിടെ സ്വിച്ച് ബോർഡിൻ്റെ അടുത്തായിട്ട് ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതാണ് ഭംഗി, ഇത് എവിടെ ഒട്ടിച്ചിട്ടാണ് ഭംഗി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. നമ്മുടെ വീടുകളിലുണ്ടാവുമല്ലോ ഒരുപാട് കാർഡ്ബോർഡ്. അപ്പോൾ അത് നമ്മൾ എവിടെ കൊണ്ട് കളയണം എന്ന് ചിന്തിച്ച് നിൽക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. വളരെ സിമ്പിളാണല്ലോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ളതൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. 2 മിനിറ്റ് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.